ഇപ്പോൾ എവിടെ നോക്കിയാലും എല്ലാവർക്കും പാൽക്കപ്പ തന്നെ ഉള്ളല്ലേ. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ട് ഓരോരുത്തർ വീട്ടിലുണ്ടാക്കി കഴിച്ചു തുടങ്ങി. അപ്പം നമുക്കങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ? നമുക്കും ഉണ്ടാക്കി നോക്കാം പാൽക്കപ്പ. അപ്പം ഞാൻ ഇവിടുന്ന് 1 കിലോ കപ്പ വാങ്ങിച്ചിട്ട് തൽക്കാലം ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി പാളിപ്പോയാലും നമുക്ക് നഷ്ടമൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് ഒരു കഷ്ണം കപ്പയിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കപ്പ നല്ലപോലെ പൊളിച്ച് നുറുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങുമ്പോൾ മുറിക്കത്തില്ലേ, അതേ വലിപ്പത്തിൽ ചെറിയ സ്ക്വയറാക്കി മുറിച്ചിടാം. ഇനി ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്ന പാൽക്കപ്പ ഉണ്ടാക്കാൻ. ചട്ടിയിലേക്ക് കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു. കപ്പയുടെ നെഗൊക്കെ വരുന്ന അത്രയും വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അത് അവിടെ ഇരുന്ന് നല്ല പോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ ചിരണ്ടാനുള്ള മടി കൊണ്ട് ഞാൻ ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് മിക്സിയിലിട്ട് അങ്ങ് അടിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂടെയും നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കി എടുത്തേ. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ 1-ാം പാലും 1 കപ്പ് അളവിൽ 2-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. കപ്പ നല്ല പോലെ ഏകദേശം ഒന്ന് വെന്ത് വന്നു. ഇനി അത് ഉടച്ചു കൊടുത്തിട്ട് നമുക്കതാ ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-ാം പാലൊഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴേ ആദ്യം തന്നെ എല്ലാം കൂടെ ഒഴിക്കല്ലേ. കുറച്ചേ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് ആ പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് 1-ാം പാലെടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമാക്കാം. ഇനി നമുക്കിതിലോട്ട് കടുക് വറുത്തും കൂടി ഇടണം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അല്പം ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും മതിയേ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല എരിവുള്ള കോഴിക്കറിയോ അല്ലെങ്കിൽ നല്ല മുളകിട്ടോട്ട ചൂരക്കറിയുടെ കൂടെ സെറ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.